ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലാണുള്ളത്. ഛത്തീസ്ഗഡിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ ജിജി പോൾ, അദ്ദേഹത്തോടൊപ്പമാണ് ഞാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സജീവമായി പ്രവർത്തിക്കുന്ന ഛത്തീസ്ഗഡ് മേഖലയിലെ പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് സ്വാഗതം ചെയ്യാം പാസ്റ്റർ ജിജി പോളിനെ. പാസ്റ്റർ പ്രൈസ് ലോർഡ്. 33 വർഷമായി ഛത്തീസ്ഗഡിലായി. 34 വർഷമായി, 3.5 പതിറ്റാണ്ട്. അതെ. ഓക്കെ. ശരിക്കും പാസ്റ്റർ ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അതെ. ഡൽഹിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. IPC നോർത്തേൺ. ഡൽഹിയിലെ ഒരു ടീമിൻ്റെ വർക്കായിട്ടും അപ്പോൾ തന്നെ അവിടുത്തെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. IPC നോർത്തേൺ റീജിയൻ. അപ്പോൾ ആ നോർത്തേൺ റീജിയനിൽ നിന്ന് ഈ ഛത്തീസ്ഗഡിലേക്ക് വരാനുണ്ടായ ഒരു കാരണം? അന്ന് സത്യത്തിൽ ഇവിടെ ഒരു ലോക്കൽ ചർച്ചുണ്ട്, ബൈലാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ശുശ്രൂഷകൻ ഇല്ലാതിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഇവിടെ നിന്ന് അവർ ഒരു ശുശ്രൂഷകനെ വേണമെന്നും പറഞ്ഞ് അവർ ആവശ്യപ്പെട്ട സമയത്ത് ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ KT തോമസ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, നീ ഇനിയും സഭാചാർജ് എടുത്ത് പോകത്തക്കവണ്ണമുള്ള ഇതിലായി, അപ്പോൾ അതുകൊണ്ട് നീ സഭാചാർജ് എടുക്കണം, ഇന്നതുപോലെ നമുക്ക് ഇന്നിടത്തൊരു ചർച്ചുണ്ട് എന്ന് പറഞ്ഞ് ഈ ചർച്ച്. അപ്പോൾ തന്നെ രാജസ്ഥാനി സവായി മധപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചർച്ച്. മധ്യപ്രദേശിൽ തന്നെ ബാൽക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചർച്ച്. ഈ 3 ചർച്ചിൽ അന്ന് ശുശ്രൂഷകന്മാരില്ല. അപ്പോൾ എൻ്റെ മുമ്പിലോട്ട് ഈ 3 ചർച്ചുകൾ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിലേതെങ്കിലും ഒരു ചർച്ചിലേക്ക് ശുശ്രൂഷകനായിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയി പ്രാർത്ഥിച്ച്, ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു പ്രേരണ ബസ്തർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനാണ് ലഭിച്ചത്. അന്ന് ഇത് എല്ലാം ഈ മേഖല മുഴുവൻ ബസ്തർ എന്നുള്ള പേരിലാണ്. അതെ, ബസ്തർ എന്ന പേരിലാണ്. ഈ ഛത്തീസ്ഗഡ് എന്ന അന്നില്ല, സ്റ്റേറ്റ് ഇല്ല. അന്ന് ഇത് മധ്യപ്രദേശിന്റെ ഭാഗം. ഓക്കെ. ഏത് വർഷമായിരുന്നു ഇത്? ഇത് 91. 1991. അപ്പം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ലാത്ത കാലത്ത് ബസ്തർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട്, ഒരു സഭാ ശുശ്രൂഷകനായിട്ട് പോകാനായിട്ട് തീരുമാനമെടുക്കുന്നു. അന്ന് ഈ ബസ്തറിലെ സഭ എന്ന് പറയുന്നത് മലയാളികളുടെ സഭയായിരുന്നോ അതോ? മലയാളികളുടെ സഭയാണ്. എനിക്ക് സത്യത്തിൽ അന്ന് ഈ ചർച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം, അതായത് ഞാൻ നോർത്തേൺ റീജിയനുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഞാൻ യു പിയിലായിരിക്കുന്ന സമയത്ത് എവിടെ പോകണം, എവിടെ ശുശ്രൂഷിക്കണം എന്നുള്ളൊരു ചിന്തയില്ലിങ്ങനെ ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു ടീം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ നോർത്ത് ഇന്ത്യ വരുന്നത്. ആ ടീം മിനിസ്ട്രി പിന്നെ അങ്ങ് സ്റ്റോപ്പായി കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകണം, കാരണം നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യണം, പക്ഷേ എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ഒരു വ്യക്തമായൊരു ധാരണയില്ല. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റർ യു പിയിലുണ്ട്, അപ്പം ഞാൻ സിസ്റ്ററുടെ കൂടെ താമസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, നിനക്ക് മിനിസ്ട്രി ബസ്തറിലാണ്, നീ ബസ്തറിൽ പോയി വേല ചെയ്യണം എന്നോട് പറയുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നേ. അപ്പം അത് എന്തുകൊണ്ടാണ് സിസ്റ്റർ ഇങ്ങനെ ബസ്തർ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, ആ സമയത്ത് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സിസ്റ്ററുമായിട്ട് ചോദിച്ചു, ബസ്തറിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ PG വർഗീസിൻ്റെ മിനിസ്ട്രി അന്ന് ബസ്തറിലുണ്ട്. സത്യത്തിൽ ഈ മലയാളികൾ ബസ്തറിനെ കുറിച്ച് അറിയുന്നത്, അല്ലെങ്കിൽ മലയാളി ഈ സുവിശേഷ താല്പര്യമുള്ള ആളുകൾ ബസ്തർ എന്ന സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് PG വർഗീസ്. അദ്ദേഹം ധാരാളം എഴുതുകയും. അതെ, അദ്ദേഹത്തിന് ഒരു മെസ്സഞ്ചർ എന്നും പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു. ആ മാഗസിൻ ത്രൂ ബസ്തർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് സുവിശേഷ ഗോളത്തിന് അറിവ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എങ്ങോട്ട് പോകണമെന്നൊരു ധാരണയില്ലാതെ നിൽക്കുന്ന സമയത്ത് നോർത്തേൺ റീജിയനിൽ ഒരു കത്ത് കൊടുത്തു, ഇതുപോലെ ഞാൻ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അത് കഴിഞ്ഞ് PG വർഗീസിനും സത്യത്തിലൊരു ലെറ്റർ അയച്ചു, ഞാൻ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ ചിലപ്പം ചിന്തയുണ്ടായിരുന്നായിരിക്കാം, PG വർഗീസ് വിളിച്ചാൽ ചിലപ്പം ബസ്തറിലേക്ക് വിടും എന്ന് വല്ലതും പുള്ളിക്കാരത്തി ചിന്തിച്ചിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. കാരണം മെസ്സഞ്ചറിൻ്റെ സ്ഥിരം വായനക്കാരിയായിരുന്നു എൻ്റെ സഹോദരി. എന്നാൽ എന്നെ വിളിച്ചത് KT തോമസാണ്. KT തോമസ് പാസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ഡൽഹിയിൽ ചെല്ലുന്നു, അദ്ദേഹവുമായി കാണുന്നു, സംസാരിക്കുന്നു. അദ്ദേഹം പിന്നെ എന്നെ ഒരു മോനെ പോലെ തന്നെ കരുതി അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ അവിടെ താമസിപ്പിക്കുന്നു. ചെറിയൊരു ബൈബിൾ സ്കൂളിൻ്റെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പഠിക്കാനുള്ളൊരു അവസരവും അപ്പോൾ തന്നെ ഒരു ടീം മിനിസ്ട്രി ആയിട്ട് എന്നെ അവിടെ ആക്കി. അതിനുശേഷമാണ് എന്നോട് ഈ 3 ചർച്ച് തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ചർച്ചിനെക്കുറിച്ച്, അതായത് ബസ്തറിലുള്ള ചർച്ചിനെക്കുറിച്ച്, അത് ബസ്തറാണ്
വനപ്രദേശമാണ്, നീ അങ്ങോട്ട് പോകണ്ട, നീ ഒന്നീ സവായി മധുപൂർ രാജസ്ഥാനിലെ ചർച്ചോ അല്ലെങ്കിൽ ബാൽക്കോ ചർച്ചോ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സവായി മധുപൂരിലെ ചർച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, ബാൽക്കോ ചർച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. എന്നാൽ ബസ്തറിനെ കുറിച്ച് ചോദിച്ചപ്പം പറഞ്ഞു അത് വനപ്രദേശമാണ്, നീ അങ്ങോട്ട് പോകണ്ടെന്ന്. കെ.ടി. തോമസ് പാസ്റ്റർ പറയുന്നത്. പക്ഷെ ഞാൻ പോയി പ്രാർത്ഥിക്കാനിരുന്നപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, നിനക്ക് വേല ബസ്തറിലാണ്. അപ്പോൾ ഉടനെ പിന്നീട് ഞാൻ ആ വിഷയം വെച്ച് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മറ്റ് 2 സ്ഥലത്തെക്കുറിച്ച് ഒരു വിധത്തിലും മനസ്സിലൊരു താല്പര്യം തോന്നുന്നില്ല. ഞാൻ പിന്നെ കെ.ടി. തോമസ് പാസ്റ്ററോട് എന്ന് പറഞ്ഞു, ഞാൻ ബസ്തറിലേക്ക് പോകാമെന്ന് പറഞ്ഞു, ബസ്തർ ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ നിരുത്സാഹപ്പെടുത്തി, എന്നോട് പറഞ്ഞു വനമാ, നീ അവിടെ ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ അച്ഛാ, ഒരു കാര്യം ചെയ്യാൻ എന്നെ അങ്ങോട്ട് തന്നെ അയക്കേ, വനമാണെങ്കിലും അതിനകത്തൊരു ചെറിയ ഉദ്യാനം എന്താ അതിന് പറയുന്ന ഒരു പൂന്തോട്ടം, ചെറിയൊരു പൂന്തോട്ടമെങ്കിലും അവിടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയാൽ അത് നടക്കട്ടെ, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാണ് ബസ്തറിലേക്ക് ഞാൻ വരുന്നത്. അന്ന് ഈ ബസ്തർ മേഖലയിലും മലയാളികൾ ആരെങ്കിലും പ്രവർത്തിക്കുന്നവരുണ്ടോ നേരത്തെ? ബസ്തർ മേഖലയിൽ അന്ന് നമ്മുടെ ചർച്ചിൽ അന്ന് പാസ്റ്റർ ഇല്ലല്ലോ. എന്നാൽ ജഗദൽപൂർ കേന്ദ്രമായി, ഇപ്പം ഞാൻ ഈ താമസിക്കുന്നത് നമ്മുടെ ഈ ജഗദൽപൂർ കേന്ദ്രമാക്കി പാസ്റ്റർ ജോൺ ഡാനിയൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഒരു പാസ്റ്റർ PJ എബ്രഹാം, ഈ 2 ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവർ IPC-യുമായിട്ട് ബന്ധപ്പെട്ടല്ല? അല്ല. ഒരാൾ നമ്മുടെ PS ശൗമേൽ പാസ്റ്ററുടെ റായ്പൂരിലെ PS ശൗമേൽ പാസ്റ്ററുടെ ഒരു ബ്രാഞ്ച് ചർച്ചിൻ്റെ ആളായിട്ട് അദ്ദേഹമുണ്ട്. പിന്നെ വേറൊരാൾ കാർമേൽ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്ന സഭയുടെ ആയിട്ട്. അപ്പം അവർ 2 മലയാളികൾ ഇവിടെ മലയാളികൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്, അതോ ഈ തദ്ദേശീയരുടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പാസ്റ്റർ ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ അതെ ഞാൻ വരുന്നത്. ഈ ബസ്തറും ഇപ്പോൾ താമസിക്കുന്ന ഈ ജഗദൽപൂരും തമ്മിൽ എന്നാ വ്യത്യാസം? ഏകദേശം 18 കിലോമീറ്റർ. ബസ്തർ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ്. സത്യത്തിൽ ഈ ബസ്തർ എന്ന് പറയുന്നത് ഒരു വിശാലമായ മേഖലയായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഒരു വിശാലമായ ആദിവാസി മേഖലയായിട്ടാണ് എൻ്റെ അറിവ്. പക്ഷെ അതൊരു ചെറിയ ഗ്രാമം. ഈ ബസ്തർ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ്. എന്നാൽ മൊത്തത്തിൽ ഈ ഒരു ഏരിയയായി അറിയപ്പെടുന്നത് ബസ്തർ എന്നാണ്. അത് അറിയപ്പെടാൻ കാരണം ഇവിടെ ഒരു രാജകുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ രാജവാഴ്ച ബസ്തറാണ്. ബസ്തർ രാജ്യം, അതായത് കേരളത്തെക്കാൾ വലിപ്പമുള്ള ഭൂപ്രകൃതിയിൽ കേരളത്തെക്കാൾ വലിപ്പമുള്ള ഒരു സ്ഥലമാണ് ഈ ബസ്തർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്തർ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. അപ്പോൾ തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ പേര് ബസ്തർ എന്നായിരുന്നു. പാസ്റ്റർ ജിജി പോൾ പറയുന്ന അനുസരിച്ച് ഈ നമ്മുടെ സംസ്ഥാനം കേരളത്തെക്കാൾ അനേകം മടങ്ങ് വലിപ്പമുള്ള ഭൂവിസ്തൃതിയുള്ള ഒരു മേഖലയാണ് ഈ ബസ്തർ. മാത്രമല്ല ഈ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് എടുത്താലും മലയാളികളായ നമ്മളുടെ മനസ്സിലുള്ള ഒരു പൊതുധാരണ ഛത്തീസ്ഗഡ് ഒരു ചെറിയ സ്റ്റേറ്റ് എന്നുള്ള നിലയില്ല. പക്ഷെ ഭൂവിസ്തൃതിയിൽ കേരളത്തെക്കാട്ടിലും വളരെ വിശാലമായൊരു മേഖലയാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ തന്നെ ഛത്തീസ്ഗഡിൻ്റെ 40% സ്ഥലവും വനപ്രദേശമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ബസ്തർ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വാർത്തകൾക്കിടയിൽ പലപ്പോഴും കാണാറുള്ളത് വലിയ ഒരു നക്സൽ മേഖലയായിട്ടും നക്സൽ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു മേഖലയായിട്ടുമാണ് സാധാരണഗതിയിൽ ബസ്തറിനെ നമ്മൾ വാർത്തകളിൽ കാണാറുള്ളത്. അത് യാഥാർത്ഥ്യവുമാണ്. ഇപ്പോഴും ഇവിടെ നക്സൽ സംഘങ്ങൾ അതിശക്തമാണ്. പല മേഖലകളും അവരുടെ കീഴിലാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് സംവിധാനങ്ങൾ എല്ലാം, പോലീസ് സംവിധാനങ്ങളെല്ലാം, പാരാമിലിറ്ററി സംവിധാനങ്ങളൊക്കെ ഈ നക്സലിസത്തിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ചെറുത്ത് നിൽക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ ഇപ്പോഴും ഈ വനത്തോട് ചേർന്നുള്ള മേഖലകളെല്ലാം തന്നെ നക്സൽ സ്വാധീന മേഖലകളാണ്. ഓരോ ഗ്രാമങ്ങളിലും അവിടെയുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും നക്സലിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖല സന്ദർശിക്കുകയും ഇവിടുത്തെ കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ, അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായിരിക്കുന്ന കാര്യം. എനിവേ, പാസ്റ്റർ ജിജി പോളിൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലേക്കും നമുക്ക് മടങ്ങി വരാം. അദ്ദേഹം നമ്മളോട് പറയുന്നത് അദ്ദേഹം ബസ്തറിലേക്ക്, ഇപ്പോൾ താമസിക്കുന്ന ജഗദൽപൂരിൽ നിന്ന് 18 കിലോമീറ്റർ മാറിയുള്ള ബസ്തർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷകനായിട്ട് 1991 പാസ്റ്റർ കെ.ടി. തോമസ് അദ്ദേഹത്തെ അയക്കുകയും അദ്ദേഹം അവിടെ വരികയുമാണ് ചെയ്യുന്നത്. അന്ന് കുടുംബമായിട്ടാണോ ഇവിടെ വരുന്നത്? അല്ല, ഞാൻ അന്ന് ബാച്ചിലറാണ്.
എന്നാൽ ഈ ബസ്തർ എന്ന് പറയുന്ന ആ പ്രോപ്പർ സ്ഥലത്തല്ല നമ്മുടെ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതായത് ബസ്തർ എന്ന് പറയുന്ന ഗ്രാമമാണ് ഞാനിപ്പോൾ ഈ താമസിക്കുന്നിടത്തു നിന്ന് 18 കിലോമീറ്റർ ദൂരെയുള്ളത് ബസ്തർ എന്ന് പറയുന്ന ഗ്രാമമാണ്. എന്നാൽ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം 120 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ്തറിന്റെ തന്നെ അന്നത്തെ ഭാഗമാണ്. ഇന്നത് വേറൊരു ജില്ലയായിട്ട് മാറി. എന്നാൽ അന്നത് ബസ്തറാണ്. ബസ്തർ ജില്ലയിൽ ബൈലാഡില്ല എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെയാണ് നമുക്ക് ചർച്ച് ഉള്ളത്. ആ ചർച്ചിലേക്കാണ് ഞാൻ ചാർജ് എടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ എത്ര വിശ്വാസികളുണ്ടായിരുന്നു? അന്ന് ഞാൻ അവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ പ്രായമുള്ള ഒരു 7 പേരും കുഞ്ഞുങ്ങളായിട്ടൊരു 7 പേരും, അങ്ങനെ 14 പേരാണ് ആ ചർച്ചിലുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് വർഷിപ്പിൽ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആളുകളാണ് ഈ 14 പേര്. എന്നാൽ ആ ചർച്ചിൽ അംഗങ്ങളായിട്ടുള്ള വേറെ ഒരു 3-4 കുടുംബങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ആ ചർച്ചിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ ചർച്ച് വിട്ട് മാറി. അവർ എങ്ങും കൂട്ടായ്മ ആചരിക്കാതൊക്കെ നിൽക്കുന്ന ഒരു ഫാമിലി മാത്രം കാർമൽ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്ന ചർച്ചിലേക്ക് പോയി. ബാക്കിയുള്ള ഫാമിലികൾ എങ്ങും പോകാതെ അവർ വീടുകളിൽ തന്നെ പ്രാർത്ഥനയൊക്കെ നടത്തി നിൽക്കുന്ന സമയമാണ്. പിന്നെ ഞാൻ വന്ന് ഏകദേശം 1 വർഷം പരിശ്രമിച്ചതിന് ശേഷം ആ കുടുംബങ്ങളെ കൂടെ തിരിച്ച് സഭയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എനിവേ, ഈ ഉത്തരേന്ത്യൻ സുവിശേഷ വേല എന്ന് പറയുന്നത് പലപ്പോഴും കേരളത്തിൽ നിന്ന് വന്ന പല ദൈവദാസന്മാരും, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, എങ്കിൽ പോലും ഉത്തരേന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്കും മലയാളി കേന്ദ്രീകൃതമായിരുന്നു. മലയാളികൾ ജോലിക്ക് വന്നിട്ടുള്ള ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള ഒരു മിനിസ്ട്രി ആയിട്ടാണ് പല ഉത്തരേന്ത്യൻ പ്രവർത്തനങ്ങളും ഒരു കാലഘട്ടത്തിലെല്ലാം നടന്നു വന്നിരുന്നത്. മലയാളി സഭകളാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ആ സഭകളിൽ മിക്കതും ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയോ നിന്നു പോവുകയോ അല്ലെങ്കിൽ ശുഷ്കമാവുകയോ ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് ഇവിടേക്ക് വരുമ്പോഴും ഈ ഉത്തരേന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു വന്ന ഈ സമയത്ത് മലയാളി സഭ എന്നുള്ള നിലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ തദ്ദേശീയരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ കേരളത്തിൽ നിന്ന് വടക്കേ ഇന്ത്യയിലേക്ക് വരുന്നത് സുവിശേഷം അറിയാത്ത ഈ ദേശവാസികളോട് സുവിശേഷം പറയണമെന്നുള്ള താല്പര്യത്തോടാണ് വരുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചതൊരു മലയാളം ചർച്ചാണെങ്കിലും എൻ്റെ മുമ്പിൽ ഏകദേശം 14 പേര്, ആ പ്രായമുള്ളവരായിട്ടുള്ള ഒരു 7 പേരും കുഞ്ഞുങ്ങളായിട്ടുള്ളൊരു 7 പേരും, അങ്ങനെ 14 പേരുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലെ ആഗ്രഹം മുഴുവനും ഇവിടുത്തെ ജനത്തോട് സുവിശേഷം പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവിടെ മലയാളം ചർച്ചുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളോട് സുവിശേഷം പറയണം, അതിനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നുള്ളതായിരിക്കും ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനതെൻ്റെ ചർച്ചിലെ വിശ്വാസികളോട് പറഞ്ഞ് മനസ്സിലാക്കി. അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇവിടെ ജോലിക്കാരാണ്, നല്ലൊരു ആരാധനാലയം ഇവിടെയുണ്ട്, പാസ്റ്റർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഇതെല്ലാം ഉള്ളപ്പം നിങ്ങൾ നാളെ ജോലി കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ ഇത് പൂട്ടും, അല്ലെങ്കിൽ ഇതൊരു ക്ലബ്ബായിട്ട് മാറും. അതൊരു പ്രത്യേകിച്ചൊരു അയണോർ പ്രൊജക്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഉപയോഗമില്ലാതെ അത് പോകത്തില്ല. പക്ഷെ നമ്മളത് വിട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെ ആരാധന നിർന്നു കഴിഞ്ഞാൽ അത് ക്ലബ്ബുകളായിട്ട് മാറാനാണ് ചാൻസ്. അങ്ങനെയുള്ള പല ബിൽഡിങ്ങുകൾ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിശ്വാസികളോട് പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ ഇത്രയും നാൾ ഇരുന്ന് ആരാധിച്ച സ്ഥലം നാളെ ഒരു ചീട്ടുകളി കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടോ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ശാപം നിങ്ങൾക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തുകാരോട് സുവിശേഷം പറഞ്ഞില്ല, ഇവിടുത്തുകാരെ നേടാൻ സാധിച്ചില്ല എന്നേ പറയത്തുള്ളൂ. അപ്പം ദൈവസന്നിധി നമ്മൾ കണക്ക് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമക്കൾക്ക് അന്നത് മനസ്സിലായി. അന്നത് മനസ്സിലായതുകൊണ്ട് അവർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പ്രേരണയാലോ അവർ സമ്മതിച്ചു ആ വർഷിപ്പ് ഹിന്ദിയിലേക്ക് മാറ്റാം. മലയാളികളായ ആളുകളെ മാത്രം മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ ഹിന്ദി വർഷിപ്പ് അവിടെ ആരംഭിച്ചു. പാട്ട് പാടുന്നത് ഹിന്ദിയിൽ, പ്രാർത്ഥിക്കുന്നത് ഹിന്ദിയിൽ, സാക്ഷ്യം പറയുന്നത് ഹിന്ദിയിൽ, അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഹിന്ദി അന്ന് വളരെ നല്ലവണ്ണം അറിയത്തില്ല, എങ്കിലും അറിയാവുന്ന ഹിന്ദിയിൽ ഞങ്ങളത് ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ ആത്മാക്കളെ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ ഞങ്ങൾ ചില കൺവെൻഷനുകൾ നടത്തി. കൂടാതെ ഹോസ്പിറ്റൽ വിസിറ്റിങ് സ്ഥിരം ഞാൻ നടത്താൻ തുടങ്ങി. അതിനുശേഷം അവിടെ എത്രമാത്രം ക്വാർട്ടേഴ്സ് ഉണ്ടോ, ആ കമ്പനിയുടെ ക്വാർട്ടേഴ്സ് ഉണ്ടോ, ഓരോ ഒറ്റ ക്വാർട്ടർ പോലും വിടാതെ എല്ലാ വീടുകളിലും സുവിശേഷ പ്രതികൾ എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ഹാർഡ് വർക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വേല വളരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തുകാരോട് സുവിശേഷം പറയണം എന്നുള്ള ആ അതിയായ വാഞ്ചയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ചർച്ചിനെ ഹിന്ദി വേലയായിട്ട് മാറ്റി. ഇപ്പോഴാ സഭയുടെ അവസ്ഥ എന്തുവാ? ഇപ്പോൾ ആ ആരാധനാലയത്തിൽ മലയാളി ഒരു കുടുംബം മാത്രമേ ഉള്ളൂ.
അത് ഞാൻ വന്ന സമയത്തുണ്ടായിരുന്ന കുടുംബം തന്നെയാണ്. ആ കുടുംബം ഇപ്പോൾ അവിടെ ഉണ്ട്. അന്ന് അദ്ദേഹം ബാച്ചിലറായിരുന്നു, അതിനുശേഷം അദ്ദേഹം വിവാഹിതനായി. ഇപ്പോൾ ആ ഒരു കുടുംബം അവിടെ ഉണ്ട്. കൂടാതെ ആ ചർച്ചിൽ ഏകദേശം 108ഓളം അടുത്ത് സ്നാനപ്പെട്ട ദൈവമക്കൾ ആ ചർച്ചിലുണ്ട്. ആരാധനയ്ക്ക് കൂടി വരാൻ ഏകദേശം ഒരു 80-90, ചില സമയത്ത് 100-120 ദൈവമക്കൾ വരും. എന്നാൽ 108 പേര് സ്നാനപ്പെട്ട ദൈവമക്കൾ ഇന്ന് ആ ചർച്ചിൽ ആരാധിക്കാനായിട്ട്. ഓക്കെ. ആ സഭ ഇപ്പോഴും പാസ്റ്റർ കൂടെ നിൽക്കുന്നു? ഇപ്പോൾ ഞാനാണ് ആ സഭയുടെ ശുശ്രൂഷകൻ. ഇപ്പോഴും ആ സഭയുടെ അവിടുന്ന് മാറി ഞാൻ 6 വർഷം ആദ്യം അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് ജഗദൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ബസ്തർ മൊത്തം പ്രവർത്തിക്കണം, അതായത് അന്നത്തെ ആ ബസ്തർ എന്ന് പറയുന്ന ആ സ്ഥലം മൊത്തം പ്രവർത്തിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നിട്ട് പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു അത്യാവശ്യം വന്നപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് ആ സഭയുടെ ചാർജ് ഞാൻ തന്നെ ഏറ്റെടുത്തിട്ട്. ഓക്കെ. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ജഗദൽപൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലെ 3ാമത്തെ പ്രമുഖ സിറ്റിയാണ്. വലിയൊരു പട്ടണമെന്നൊന്നും പറയാനില്ലെങ്കിലും ഒരുവിധം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സിറ്റിയാണ് ഈ ജഗദൽപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ എയർപോർട്ട് ഇവിടെയുണ്ട്. നേരത്തെ അത് മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അത് പബ്ലിക്കിനും കൂടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ് ജഗദൽപൂർ എന്ന് പറയുന്നത്. ഈ ജഗദൽപൂരാണ് സത്യത്തിൽ ഈ ബസ്തർ മേഖലയുടെ ഒരു ആസ്ഥാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാസ്റ്റർ ജിജി പോൾ ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം 300ഓളം സഭാ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുടനീളമായിട്ട് ഉണ്ട് എന്നും അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. എനിവേ, ആ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് പാസ്റ്റർ ജിജി പോളിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കിടും. അദ്ദേഹത്തിൻ്റെ കുടുംബം ശരിക്കും പത്തനംതിട്ട ജില്ലയിലാണ്, മലയാലപ്പുഴയ്ക്ക്. ഓക്കെ. മലയാലപ്പുഴ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? ശരിക്കും പെന്തക്കോസ്ത് വിശ്വാസികളായിരുന്നു? ഓക്കെ. എൻ്റെ പപ്പായും മമ്മിയും 2 പേരും ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എന്നാൽ ഞങ്ങളിപ്പം താമസിക്കുന്ന പുതുക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഓർത്തഡോക്സ് ചർച്ച്, ഞങ്ങളവിടെ പോയി താമസിക്കുന്നവരാണ്. കുമ്പഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഫാമിലി കുടുംബം. അവിടെ നിന്ന് ഞങ്ങൾ പുതുക്കുളത്ത് പോയി താമസിക്കുന്നവരാണ്. അപ്പം പുതുക്കുളത്ത് ഓർത്തഡോക്സ് ചർച്ച് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു കത്തോലിക്ക ചർച്ചാണ് ഉണ്ടായിരുന്നത്. അവിടെ എൻ്റെ പപ്പയും മമ്മിയും അവിടെ മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ എൻ്റെ ജനനം സത്യത്തിൽ ഒരു കത്തോലിക്കനായിട്ടാണ്. അതിനുശേഷം ഞാൻ ഒരു 12 വയസ്സ് 13 വയസ്സായപ്പോൾ കത്തോലിക്ക സഭയുടെ അൽമായ ശുശ്രൂഷകനായിട്ട് മാറി. അതിനുശേഷം അതിൻ്റെ മെയിൻ കപ്പ്യാരായിട്ട്, പള്ളിയുടെ മെയിൻ കപ്പ്യാരായിട്ട് ഞാൻ ഏകദേശം ഒരു 3-4 വർഷം ഞാൻ സേവനം ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. കുടുംബത്തിൽ നിന്ന് ആദ്യം? എൻ്റെ മൂത്ത സഹോദരിയാണ് ആദ്യ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. എൻ്റെ മൂത്ത സഹോദരി അന്ന് പഞ്ചാബിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. 86-87 ഇയറിലാണ്, ആ കാലഘട്ടത്തിലാണ് അത്. അപ്പോൾ ആ സഹോദരി അവിടെ വെച്ച്, പഞ്ചാബിൽ വെച്ച് സുവിശേഷം കേൾക്കാനിടയായി. അങ്ങനെ കുറച്ച് സുവിശേഷ വെളിച്ചത്തിലേക്ക് വന്നു. പക്ഷേ 86-87 എന്നൊക്കെ പറയുന്നത് പഞ്ചാബിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങളിങ്ങനെ തിരിച്ചു വരുത്തിയപ്പോൾ സുവിശേഷത്തിൽ വളരെ താല്പര്യത്തോടുകൂടെ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടിയാണ് പുള്ളിക്കാരത്തി തിരിച്ചു വരുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരത്തി നാട്ടിൽ വന്നതിന് ശേഷം, ഞങ്ങളുടെ സഹോദരി നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഭവനത്തോടടുത്ത് ഒരു പെന്തക്കോസ്ത് കുടുംബമുണ്ട്. അവരുമായിട്ട് ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലായി. പിന്നീട് അവർ ത്രൂ എൻ്റെ സഹോദരിയുടെ സ്നാനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി പെന്തക്കോസ്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ. ഒരു അൽമായ ശുശ്രൂഷകൻ കപ്പ്യാര് അങ്ങനെയൊക്കെയുള്ള പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പൂർണ്ണസമയ സുവിശേഷകനായി അങ്ങനെ ഒരു വിളിയോ കാര്യങ്ങളോ ലഭിക്കുമെന്നൊരു ചിന്തയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ അൽമായ ശുശ്രൂഷകനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആത്മീകമായിട്ട് സഭയപരമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ താല്പര്യത്തോടു കൂടെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്ന, കത്തോലിക്കയോ ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞാലും വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എന്നാൽ എനിക്ക് ഈ പെന്തക്കോസ്ത് വിശ്വാസം എന്താണെന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവരെ പള്ളു പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കാനും ശ്രമിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിന് മുൻപില്ല. എൻ്റെ സഹോദരി വിശ്വാസ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, അതായത് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാസ്റ്റേഴ്സിനോടൊരു എതിർപ്പുണ്ടാകുന്നത്. അപ്പം എൻ്റെ
ഭവനം നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 2 വീട് അപ്പുറം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ എൻ്റെ തന്നെ സ്ഥലമാണ്, ഞങ്ങൾ വിറ്റതാണ്. അവിടെയാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എൻ്റെ പെങ്ങൾ വിശ്വാസത്തിലോട്ട് വന്നതിന് ശേഷമാണ് ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചൊക്കെ അവിടെ പണിയുന്നത്. ഈ പണിക്ക് വേണ്ടി പാസ്റ്റേഴ്സ് വരുന്നു, പല നേതൃത്വത്തിലുള്ളവർ വരുന്നു. അങ്ങനെ ഇവർ വരുന്നതും പോകുന്നതും എല്ലാം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടാണ്. അപ്പോൾ എൻ്റെ പെങ്ങൾ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് പോയി എന്നുള്ള കാരണത്താൽ എനിക്ക് ഇവരോടുള്ള എതിർപ്പ് ഞാൻ അവരോട് ഏതെങ്കിലും നിലയിലൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് പാസ്റ്ററാണോ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടതിന് ശേഷം എന്നിട്ട് എൻ്റെ വായി വരുന്നതൊക്കെ അവരോട് പറയും. അങ്ങനെ ഒരു പോക്ക് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദൈവദാസൻ എൻ്റെ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ ഭവനത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ അറിയായിരിക്കും. പാസ്റ്റർ ബെഥൽ പി ജേക്കബ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ആ ദൈവദാസൻ. അദ്ദേഹമാണ് എൻ്റെ പെങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. അപ്പം അദ്ദേഹത്തിന് ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് എൻ്റെ സഹോദരിയെ സ്നാനപ്പെടുത്തിയതിന് ശേഷം സ്നാനം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അതേ ദിവസം, അത് ഞങ്ങളുടെ ഇവിടെ എങ്ങും സ്നാനപ്പെടുത്തിയില്ല. കാരണം സ്നാനപ്പെടുത്താത്തതിന് കാരണം ഒന്ന്, എൻ്റെ ഫാദർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു. വീട്, എൻ്റെ ഭവനം ഓഫീസായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ നേരെ മൂത്ത സഹോദരി DYFIയുടെ താലൂക്ക് കമ്മിറ്റിയുടെ മെമ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് SFIയുടെ പ്രവർത്തകനായിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുൾ പാർട്ടി പ്രവർത്തകനായിട്ടാണ് ഞങ്ങൾ ഫാമിലി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചർച്ചിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഒന്നിവിടെ പാർട്ടിപരമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരിയെ ഞങ്ങളുടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും സ്നാനപ്പെടുത്തിയാൽ ഞങ്ങൾ എന്ന് തടസ്സം സൃഷ്ടിക്കുമെന്നുള്ള ഒരു പേടി, ഭയം ഉള്ളതുകൊണ്ട് ഈ പാസ്റ്റർ ബെഥൽ പി ജേക്കബ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ സഹോദരിയെ വളഞ്ഞവട്ടം എന്ന് പറയുന്ന, തിരുവല്ലയ്ക്ക് അടുത്തെങ്ങാണ്ട് വളഞ്ഞവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വളഞ്ഞവട്ടത്തൊരു AG ചർച്ചുണ്ട്. അപ്പോൾ ആ വളഞ്ഞവട്ടം AG ചർച്ചിൽ കൊണ്ടുപോയാണ് എൻ്റെ സഹോദരിയുടെ സ്നാനം നടക്കുന്നത്. എൻ്റെ സഹോദരി സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വന്ന ആ നൈറ്റിൽ തന്നെ, വരുന്നതിന് മുമ്പ് ഞങ്ങൾ അറിഞ്ഞു. അപ്പം തിരിച്ചു വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്, തിരുമേനിയോട് മാപ്പ് പറയണം, എന്നിട്ട് തിരിച്ചു വരണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഭവനം വിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി പറഞ്ഞു, സുവിശേഷം നിമിത്തം, കർത്താവ് നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ വീടോ വസ്തുവകളോ വിട്ടാൽ 100 മടങ്ങ് തരാം എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അപ്പനെ വിട്ടാൽ എനിക്ക് 100 അപ്പന്മാരെ കിട്ടും, ഒരമ്മയെ വിട്ടാൽ എനിക്ക് 100 അമ്മയെ കിട്ടും, ഒരു സഹോദരനെ വിട്ടാൽ എനിക്ക് 100 സഹോദരനെ കിട്ടും, 2 സഹോദരിമാരുണ്ട്, ആ 2 സഹോദരിമാരെ വിട്ടാൽ എനിക്ക് 200 സഹോദരിമാരെ കിട്ടും. ഇതാണ് എൻ്റെ സഹോദരിയുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്. അതുകൊണ്ട് ഞാൻ ഭവനം വിടാൻ തയ്യാറാണ്, പക്ഷേ യേശുവിനെ വിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആ ബാഗ് എടുത്തു കൊടുത്തു. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരി വീട്ടിൽ നിന്ന് വെളിയിൽ പോയി. ആ പാസ്റ്റർ ബെഥൽ പി ജേക്കബ് അപ്പോൾ തന്നെ വളഞ്ഞവട്ടത്തുണ്ടായിരുന്നു. പാസ്റ്റർ ബെഥൽ പി ജേക്കബുമായിട്ട് ഞങ്ങളുടെ ചർച്ചിലെ ആളുകൾ സംസാരിച്ചു. അതിനുശേഷം എൻ്റെ സഹോദരിയെ ആ രാത്രിയിൽ തന്നെ വളഞ്ഞവട്ടത്ത് എത്തിച്ചു. വളഞ്ഞവട്ടത്ത് നിന്നും എനിക്ക് ആ രാത്രിയിൽ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേങ്കിൽ തിരുവല്ലയിലെ പായിപ്പാട് എന്ന് പറയുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ എൻ്റെ സഹോദരിയെ അവിടെ എത്തിച്ച് അവിടെയാക്കി. അങ്ങനെ എൻ്റെ സഹോദരി താൽക്കാലികമായൊരു താമസം. അങ്ങനെ അവിടെ ആക്കിയതിന് ശേഷം 2 വർഷം എൻ്റെ സഹോദരി അവിടെ ആ ബൈബിൾ കോളേജിൽ പഠിച്ചു. ആ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ദൈവമക്കളും ടീച്ചേഴ്സും വളരെ ആത്മാർത്ഥമായി എൻ്റെ രൂപാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. പക്ഷേ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുള്ള കാരണം, ഈ പാസ്റ്റർ ബെഥൽ പി ജേക്കബ് എൻ്റെ ഭവനത്തിൽ വന്നു, എന്നോട് സുവിശേഷം പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഒത്തിരി അപമാനിച്ച് എന്തൊക്കെയോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം എൻ്റെ ഭവനത്തിൽ വന്നു. അപ്പോഴും ഞാൻ അദ്ദേഹവുമായിട്ട് ഒത്തിരി കയർത്ത് സംസാരിച്ചു. അതിനുശേഷം എന്തോ ഞാൻ അദ്ദേഹത്തെ ഇറക്കി വിടുന്നതിന് പകരം അദ്ദേഹത്തെ അപമാനിച്ചതിന് ശേഷം, ഞാൻ ഏകദേശം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുന്നത് പോലെ തുപ്പിയതിന് ശേഷം, മുഖത്തേക്ക് തുപ്പിയില്ല എങ്കിലും ഒരുമാതിരി അപമാനിക്കുന്ന നിലയിൽ കാണിച്ചതിന് ശേഷം എൻ്റെ ഭവനത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷെ ആ ദൈവദാസൻ എൻ്റെ ഭവനത്തിൽ മുട്ടുമടക്കി ദൈവസന്നിധി നിലവിളിച്ച് കരഞ്ഞ്
കണ്ണുനീരൊഴുക്കി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് തളിച്ചിട്ടിരിക്കുന്ന, ഇന്നത്തെ വീട് പോലെയല്ല, പഴയ വീടാണല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ വീണു. എൻ്റെ മാതാവ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷെ ഞാൻ ഭവനം വിട്ടിറങ്ങിപ്പോയി. ഞാൻ രാത്രി തിരിച്ചു വരുമ്പോൾ എൻ്റെ മാതാവ് എന്നോട് വളരെ ശോഭിച്ചോ അതോ ഭയപ്പെട്ടിട്ടോ എന്നോട് പറഞ്ഞു, നീ ചെയ്ത് തെറ്റാണ്, ആ ദൈവദാസനോട് അങ്ങനെ ചെയ്യരുതായിരുന്നു. ഒരു കുപ്പായം ഇട്ടൊരു പാസ്റ്റർ വന്നായിരുന്നെങ്കിൽ, ഒരു അച്ഛൻ വന്നിരുന്നെങ്കിൽ നീ എങ്ങനെ ചെയ്യത്തില്ലല്ലോ. കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും ഓക്കെ, പക്ഷേ ഒരു ദൈവദാസനാണല്ലോ, അത് ആ ഒരു മാന്യതയെങ്കിലും നീ കൊടുക്കണമായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ കത്തോലിക്കനാണല്ലോ, ഓർത്തഡോക്സ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ പുരോഹിതന്മാർ ശപിച്ചാൽ ശാപമേക്കുമെന്നുള്ളതായിരിക്കുന്ന ഭയങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മാതാവ് എന്നോട് പറയുന്നു, നിന്നെ ആ പുരോഹിതൻ, ആ പാസ്റ്റർ ശപിച്ചു കാണും, തീർച്ചയായും നിൻ്റെ മണ്ടയ്ക്ക് ശാപമുണ്ട്, നിനക്കത് ഫലിക്കും എന്നൊക്കെ എൻ്റെ മാതാവ് പറഞ്ഞ് എന്നെ എന്തോ ഭയപ്പെടുത്തുന്നത് പോലോ എന്തോ എന്നോടിങ്ങനെ സംസാരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം വരുന്നു, ഈ പാസ്റ്ററെ ഒന്ന് കാണണം, ഇദ്ദേഹത്തോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കണം. അത് ഈ ശാപം മാറിപ്പോകാൻ വേണ്ടിയാണ്, അല്ലാതെ പെന്തക്കോസിപ്പാനോ അല്ലെങ്കിൽ പെന്തക്കോസുമായിട്ട് താല്പര്യം ഉണ്ടായിട്ടോ അല്ല. അങ്ങനെ ഒരു ആഗ്രഹം വന്നു. ഏതായാലും അവിടെ ചർച്ചിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഈ പാസ്റ്റർ ബെഥേൽ പി ജേക്കബ് ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെ പാസ്റ്റർ ബെഥേൽ പി ജേക്കബ് ആ റോഡിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹം വരുന്നത് ഞങ്ങളുടെ പെരക്കകത്ത് നിന്ന് ഞങ്ങൾക്ക് ആ റോഡ് കാണാം. അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി റോഡിൽ ചെന്ന് നിന്നു. അദ്ദേഹം പോയപ്പോൾ ഞാൻ പറയുന്നുണ്ട്, പാസ്റ്റർ സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞ് നോക്കി, ആരാ സ്തോത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ പുള്ളി കപ്പ്യാരെന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് നോക്കിയതിന് എന്നോട് ചോദിച്ചു, കപ്പ്യാരാണോ സ്തോത്രം പറഞ്ഞു ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അതിനാ എനിക്ക് സ്തോത്രം പറയാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എന്നിട്ട് അദ്ദേഹത്തിന് കരം കൊടുത്ത് സ്തോത്രം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിലോട്ട് വാങ്ങും. അപ്പോൾ എന്നെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഇദ്ദേഹം സത്യത്തിൽ വീട്ടിലോട്ട് വിളിക്കുകയാണോ അതോ ഇനി വീണ്ടും അവമാനിക്കാനാണോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പറഞ്ഞു, അല്ല പാസ്റ്റർ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി അമ്മയോട് ചായയൊക്കെ ഇടാൻ പറഞ്ഞു. അമ്മ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഞാൻ കേട്ടു. ഒന്നും തിരിച്ചു പറയാൻ പോയില്ല. കാരണം എൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സന്തോഷത്തോടെ പോയി എന്നെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം മാറണം, ഇത്രയുണ്ട് എൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, കപ്പ്യാരെ ഇവിടെ ഒരു കൺവെൻഷനുണ്ട്, ആ കൺവെൻഷൻ ഒന്ന് വരാമോ എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഞാൻ വിചാരിച്ചു, അതും നടക്കട്ടെ, അദ്ദേഹം സന്തോഷിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം കൺവെൻഷൻ്റെ ഡേറ്റ് പറഞ്ഞു. ഞാൻ ആ കൺവെൻഷന് ചെല്ലാമെന്ന് പുള്ളിക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ ആ കൺവെൻഷന് പോയി. ആദ്യത്തെ ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം ഇദ്ദേഹം തന്നെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം ഞാൻ ആ പന്തലിൻ്റെ ഫ്രണ്ടിൽ പോയി അവിടെ നിൽക്കും. അദ്ദേഹം കയറി വരുമ്പോൾ കാണണമല്ലോ, കാരണം അദ്ദേഹം സന്തോഷത്തോടെ പോയാലല്ല എൻ്റെ ശാപം മാറത്തുള്ളല്ലോ. അങ്ങനെ 3 ദിവസം ഞാൻ അവിടെ നിന്നു. 3-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കഴിഞ്ഞ് അദ്ദേഹം പോയി. 4-ാം ദിവസം കൺവെൻഷനുണ്ട്, പക്ഷെങ്കിൽ ഇദ്ദേഹം ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. എങ്കിലും വാക്ക് പറഞ്ഞതല്ലേ, പോയേക്കാം എന്ന് ചിന്തിച്ച് ഞാൻ കൺവെൻഷന് പോയി. 4-ാം ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് അവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർ കോശി വൈദ്യനാണ്. കോശി വൈദ്യൻ സാറ് കൺവെൻഷന് വേണ്ടി വന്നു. അന്ന് എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, കോശി വൈദ്യൻ ഇങ്ങനെ കേട്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ കൺവെൻഷൻ പന്തലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എൻ്റെ ചിന്ത 3 ദിവസം ഏതായാലും അദ്ദേഹം സന്തോഷിച്ചു പോയി. ഇപ്പം ഞാൻ ഏതായാലും ഒരു പെന്തക്കോസുകാരനൊന്നും അല്ലല്ലോ, തന്നെയല്ല എനിക്ക് ഇവരോട് വെറുപ്പുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൺവെൻഷൻ പന്തലിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കുറച്ച് ബീഡി കൊണ്ടുപോയിട്ട് ഞാൻ ആ ബീഡി ഇങ്ങനെ വലിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയും വരുന്നവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതുന്ന പോലെ, അങ്ങനെ മുഖത്ത് ഊതുന്നില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ പുകച്ച് ഇങ്ങനെ കൺവെൻഷൻ പന്തലിലേക്ക് ജനം ആത്മാർത്ഥമായിട്ട് കയറി വരുമ്പോൾ ഞാനൊരുവൻ അവിടെ നിന്നുകൊണ്ട് ബീഡി വലിച്ച് ഇങ്ങനെ പുക ഊതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്, ഞങ്ങൾ 2 പേര്. ഈ സമയത്ത് എൻ്റെ സഹോദരി ആ കൺവെൻഷന് വരുന്നു. സഹോദരിക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രവേശനമില്ല. സഹോദരി അവിടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. കൺവെൻഷൻ ഉള്ളതുകൊണ്ട് ആ ബൈബിൾ കോളേജിൽ നിന്ന് വന്നവിടെ താമസിക്കുകയാണ്. അപ്പോൾ സഹോദരി വരുന്നു. അപ്പോൾ എൻ്റെ സഹോദരിയുടെ മുമ്പിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ബീഡി വലിച്ച് നിന്നിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മൂത്തതാണ് എൻ്റെ സഹോദരി. അപ്പം ഞാൻ അതുകൊണ്ട് ആ ബീഡി വലി അങ്ങ് നിർത്തി. ഇല്ല, ഇവിടുന്ന് അങ്ങ് മാറുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ അവിടെ നിന്ന് മാറി. അതിനടുത്തൊരു LP സ്കൂളുണ്ട്. ഞാൻ ആ LP സ്കൂളിൽ പോയി. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ആ കൂട്ടുകാരനും കൂടി ആ ബീഡി വലിച്ചു. ഏകദേശം
80 ബീഡി, അന്ന് 2 പാക്കറ്റ് ബീഡിയാണ് കൊണ്ടുവന്നത്. അതിനകത്ത് നിന്ന് ഏകദേശം 70 ചില്ലുവാനും ബീഡി ഞാൻ വലിച്ചു. അത് ചുമ്മാ ഇങ്ങനെ കത്തിക്കുന്നു കളയുന്ന ഒരു എന്തോ ഒരു മാനസിക വിഭ്രാന്തിയാണോ എന്തുവാന്ന് ഒന്നും എനിക്കറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ കൺവെൻഷന് വന്നു. കൺവെൻഷന് വന്ന് ഞാൻ അവിടെ കയറിയിരുന്നു. കോശി വൈദ്യൻ സാറ് പാട്ടെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കോശി വൈദ്യൻ സാറ് പ്രസംഗിക്കാൻ എഴുന്നേറ്റു. കോശി വൈദ്യൻ സാറ് കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലും ഞങ്ങൾ പാടുന്ന ഒരു പാട്ടും പാടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ആദ്യാചാരിത്വം കൈക്കൊണ്ട് അഹറോൻ മോശയോട് ഒന്നിച്ച് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. കുർബാനയ്ക്കിടയിലെല്ലാം പാടുന്നൊരു പാട്ടാണത്. അപ്പോൾ എൻ്റെ ചിന്തയിലെടാ, ഇത് നമ്മുടെ ആളാണല്ലോ, നമ്മുടെ ആൾ ഇവരുടെ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുകയാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത വന്നു. പക്ഷേ അദ്ദേഹം ആ പാട്ട് പാടി അതിൻ്റെ പൊരുൾ തിരിച്ച് ശുശ്രൂഷിച്ചപ്പോൾ പാട്ടിൻ്റെ ആദ്യ ലൈൻ ഒഴികെ ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം ആത്മനിറവിൽ, എനിക്കറിയത്തില്ല കോശി വൈദ്യൻ സാർ അങ്ങനെ ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കപ്പ്യാർ ചെയ്യുന്ന ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഇങ്ങനെ ശുശ്രൂഷിക്കുകയാണ്, പറയുകയാണ്, വചനത്തിൽ കൂടെ പറയുകയാണ്. അതിനുശേഷം എൻ്റെ പേരെടുത്ത് വിളിക്കുന്നത് പോലെ അദ്ദേഹം ആത്മാവിൻ്റെ നിറവിൽ ഇവിടെ ഒരു കപ്പ്യാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ചെയ്ത കൃത്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില കൃത്യങ്ങളും അദ്ദേഹം ആത്മനിറവിൽ അവിടെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം നീ കർത്താവിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചാൽ അവൻ നിന്നെ തൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, നിനക്ക് ശേഷിക്കുന്നത് 18 ഇഷ്ടിക എടുത്ത് ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അതിൽ നിൻ്റെ പേരെഴുതി വെക്കും എന്ന് പറഞ്ഞിങ്ങനെ ഇദ്ദേഹം ആത്മാവിലിങ്ങനെ പറയുകയാണ്. അപ്പം ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ ഞങ്ങളുടെ നാട്ടിൽ 2 കപ്പ്യാരുണ്ട്. ഒന്ന് മർത്തോമ പള്ളിയിലെ കപ്പ്യാരും ഒന്ന് കത്തോലിക്ക പള്ളിയിലെ കപ്പ്യാരും. കത്തോലിക്കനായിട്ട് ഞാൻ അവിടെ ഉണ്ട്. മർത്തോമ പള്ളിയിലെ കപ്പ്യാരാണ് സാധാരണ ഇങ്ങനെയുള്ള കൺവെൻഷനുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത്. പക്ഷെ അന്ന് പുള്ളി അവിടെ വന്നിട്ടില്ല, ഞാനേ അവിടെ ഉള്ളൂ. അതിനുശേഷം ഇദ്ദേഹം ആത്മാവിൽ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ് കോശി വൈദ്യൻ സാറ്. അങ്ങനെ കോശി വൈദ്യൻ സാറ് മറ്റെവിടെയെങ്കിലും ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണത്. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം വിളിക്കുകയാണെന്നുള്ള ആ ബോധ്യം എനിക്കുണ്ടായല്ലോ. ഞാൻ അവിടെ ഇരുന്ന് കർത്താവിൻ്റെ എന്നെ സമർപ്പിച്ചു. പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ അദ്ദേഹം ഓട്ടർ കോളിങ് നടത്തിയ സമയത്തൊന്നും ഞാൻ എഴുന്നേറ്റ് നിന്നില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കോശി വൈദ്യൻ സാറിനെ കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരിയുടെ അടുക്കൽ ചെന്നു. സഹോദരിയുടെ അടുക്കൽ ചെന്നിട്ട് സഹോദരിയോട് ഞാൻ പറഞ്ഞു, നീ ഇനിയും വേറെ എങ്ങും പോകണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സഹോദരി പറഞ്ഞടാ, ഞാൻ കണ്ട ദൈവം നിന്നെ കണ്ടു, അതുകൊണ്ട് നീ ആ ദൈവത്തെ മനസ്സിലാക്കണം. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, നമ്മളീ പഠിപ്പിക്കുന്നത് സത്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിന്ന് മനസ്സിലായി. ഒന്നും അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് എനിക്കിന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരിയുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ഫാദറിനോട് ഞാൻ സുവിശേഷം പറയുന്നു, അറിയാവുന്നതുപോലെ. അപ്പോൾ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, നിൻ്റെ പെങ്ങളെ ഇറക്കി വിട്ട് അതിനെനിക്ക് ഇനിയും മടിയില്ല, നിന്നെ ഇറക്കി വിടും. ഞാൻ പറഞ്ഞു ഓക്കെ. എൻ്റെ പെങ്ങളെ ഇറക്കി വിട്ടപ്പം ദൈവം കരുതിയല്ലോ, അപ്പോൾ എന്നെയും ദൈവം കരുതും. പക്ഷേ എന്നെ ഇറക്കി വിട്ടില്ല, ഒറ്റപുത്രനാണ്, അതുകൊണ്ട് ഇറക്കി വിട്ടില്ല. ഞാൻ ആ ഭവനത്തിൽ തന്നെ താമസിച്ചു. അതിനുശേഷം എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആ ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു. പാസ്റ്റർ ജിജി പോളിൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവ്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി എവിടെയെങ്കിലും ആരുടെയെങ്കിലും കത്തിക്കിരയാകേണ്ടിയിരുന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തു നേരിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, സുവിശേഷത്തിൻ്റെ ആ പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ, ദൈവിക ആലോചന ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ജീവിതം സമൂലമായി രൂപാന്തരപ്പെടുകയാണ്. നമ്മൾ ആ കഥയിലേക്കാണ് വരുന്നത്. അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ശുശ്രൂഷ അനുഭവങ്ങൾ കൂടുതൽ വ്യക്തമായി നമുക്ക് കേൾക്കാം.